കിഡ്നി സ്റ്റോൺ ഉള്ള ഒരു പേഷ്യൻറ്റിനെ ഈയിടെ ഞാൻ കണ്ടിരുന്നു. അവർക്ക് അസ്ഥി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പല കാര്യങ്ങളും പറഞ്ഞു. അപ്പം ഫുഡൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും കാൽഷ്യം ഇൻടേക്ക് വളരെ കുറവാണ്. ഒരു സ്ത്രീ ആയിരുന്നു, 65 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടായിരുന്നു, മാസമാറൊക്കെ നിന്നിട്ട് വർഷങ്ങളായി. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കാൽഷ്യം ഡെയിലി കഴിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളത് സജസ്റ്റ് ചെയ്തു. അപ്പോൾ ആ പേഷ്യൻറ്റ് പറഞ്ഞു, എനിക്ക് ഇതിന് മുമ്പ് ഡോക്ടേഴ്സ് കാൽഷ്യം ഒക്കെ തന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ കഴിച്ചില്ല. കാരണം എനിക്ക് കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് പലരും പറഞ്ഞു കാൽഷ്യം കഴിക്കരുതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് എല്ലാവർക്കും ഒന്നും നമ്മൾ കാൽഷ്യമോ മറ്റു കാര്യങ്ങളോ ഒരു വൈറ്റമിൻസും അൺനെസറായിട്ട് ആർക്കും കൊടുക്കില്ല. അത് വേണ്ട ആൾക്കാർക്ക് മാത്രം. ഇപ്പം ഒരു ഓസ്റ്റിയോപോറോസിസ് ഉള്ള, അതായത് ശരീരത്തിൽ അസ്ഥിയുടെ ബലക്ഷയമൊക്കെ ഉള്ള, മാസമുറ നിന്ന കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ കാൽഷ്യം വളരെ അനിവാര്യമാണ്. ഒരു ദിവസം അവർക്ക് വേണ്ട കാൽഷ്യം 1000 1200 ആണെങ്കിൽ ഈ ഗുളികയിൽ നിന്നൊക്കെ പലപ്പോഴും 500 മാത്രമൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ കാൽഷ്യം ശരീരത്തിന് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിലാണ് ശരിക്കും ഈ പറഞ്ഞ യൂറിനറി സ്റ്റോൺസ് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്ന ഒരു കാൽഷ്യം സ്റ്റോണാണ് കാൽഷ്യം ഓക്സലേറ്റ് എന്ന് പറയും. ഈ ഓക്സലേറ്റുകൾക്ക് കാൽഷ്യത്തിന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഭക്ഷണത്തിനകത്തിൽ കാൽഷ്യം ഇല്ലെങ്കിൽ ഈ ഓക്സലേറ്റുകൾ രക്തത്തിൽ ആഗിരണം ചെയ്ത് ആ രക്തത്തിലുള്ള കാൽഷ്യവുമായിട്ട് ചേർന്ന് അവിടെ ആ ഒരു കാൽഷ്യം ഓക്സലേറ്റ് ഫോം ചെയ്യാനും അത് പിന്നീട് ബ്ലോക്ക് പോലത്തെ കാര്യങ്ങളും അല്ലെങ്കിൽ സ്റ്റോൺ ആയിട്ടും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മൾ കാൽഷ്യം ഇൻടേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാൽഷ്യം ഓക്സലേറ്റും വയറ്റിൽ വെച്ചിട്ട് അത് ക്ലബ് ചെയ്തതിന് ശേഷം നമ്മുടെ മോഷൻ പാസ് ചെയ്യുന്ന വഴി ആ ഒരു കാൽഷ്യം ഓക്സലേറ്റ് പോയിരിക്കും. അതുകൊണ്ട് യാതൊരുവിധ പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ ഡോക്ടർ നിങ്ങളെ മനസ്സിലാക്കിയാണ് ഈ പറഞ്ഞ കാൽഷ്യം ടാബ്ലറ്റോ മറ്റുള്ളൊരു ടാബ്ലറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെടുക്കുക. മൂത്രത്തിക്കല്ല് വരും എന്ന് പറഞ്ഞിട്ട് ഒരു പ്രായമുള്ള സ്ത്രീയെ സംബന്ധിച്ചിട്ട് കാൽഷ്യം ഒഴിവാക്കേണ്ട കാര്യമില്ല.